എല്ലാവർക്കും നമസ്കാരം. അബ്സല്യൂട്ട് മൈൻഡിന്റെ പ്രോബ്ലം സോൾവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാരായിട്ടുള്ള ഹസ്മി മാഡവും അസ്ലഹ മാഡവുമാണ്. അപ്പോൾ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Ma'am, what is conduct disorder and personality disorder? My son have conduct disorder, but he was good in studies. +2 examination he got full A+. But I heard that if a student have conduct disorder, they will not be good in studies. നമ്മുടെ ഓഡിയൻസ് മലയാളീസ് ആയതുകൊണ്ട് നമുക്ക് തർജ്ജമ ചെയ്യാം അല്ലെ. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫാദർ ആണ്. അതായത് ഇയാളുടെ മകന് കണ്ടക്ട് ഡിസോർഡർ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ കരുതുന്നത്. അതായത് പക്ഷേ അതായത് മകൻ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ്, +2 ഫുൾ A+ ഉള്ള ഒരാളാണ്. പക്ഷേ ഇദ്ദേഹം കേട്ടിരിക്കുന്നത് കണ്ടക്ട് ഡിസോർഡർ ഉള്ള ഒരാൾക്ക് സ്റ്റഡീസിലൊന്നും അത്രയ്ക്കൊരു മികവ് പുലർത്താൻ പറ്റില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം മകന് കണ്ടക്ട് ഡിസോർഡർ തന്നെ ആണോ, എന്താണ് കണ്ടക്ട് ഡിസോർഡർ, എന്താണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പുള്ളി ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ സൈക്കോളജിസ്റ്റുമാരോട് ചോദിക്കാം, എന്താണ് കണ്ടക്ട് ഡിസോർഡറിനും പേഴ്സണാലിറ്റി ഡിസോർഡറിനും ഒക്കെയുള്ള കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് തുടങ്ങാം. നമ്മൾ ദേഷ്യ കൂടുതൽ കാരണമാണ്, മീൻസ് അതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ ഈ കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികൾ, അത് 18 വയസ്സ് വരെ കുട്ടികളിലാണ് നമ്മൾ കണ്ടക്ട് ഡിസോർഡർ കാണുക. 18 വയസ്സിന് ശേഷമാണെങ്കിൽ നമ്മൾ ഇതിനെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുക. ഓക്കെ, സോ സ്വഭാവ വൈകല്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതെങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ദേഷ്യ കൂടുതലായിരിക്കും, അവർ സാധനങ്ങൾ നശിപ്പിക്കും, സോഷ്യൽ നോംസ് ഒന്നും പാലിക്കില്ല, വീട് വിട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെ പൊതുവെ എന്താണ് കുറച്ച് ഒരു പറഞ്ഞു കേൾക്കാത്ത രീതിയിലുള്ള ഒരു കുട്ടികൾ ഉണ്ടാവില്ലേ, അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെയാണ് നമ്മൾ, മീൻസ് അത്തരത്തിലുള്ള രീതികൾ കാണിക്കുന്ന അസുഖത്തിനെയാണ് നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്ന് കാണിക്കാം. എനിക്ക് വന്നിട്ടുള്ള ഒരു ക്ലയന്റിന്റെ ഓർമ്മ വരുന്നു. കുറെ മുന്നെയാണ് എനിക്ക് എന്ത് ചെയ്തു, ടീച്ചറിനെ തല്ലി എന്ന് പറഞ്ഞിട്ടാണ് ക്ലയന്റ് വരുന്നത്. ഒരു കൊച്ചു ടീച്ചറിനെ തല്ലി. അപ്പൊ നമ്മള് ചോദിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ, അവരൊട്ടും കോപ്പറേറ്റീവ് ആയിരിക്കില്ല. നമ്മൾ ഏതൊരു തെറാപ്യൂട്ടിക്, നമ്മുടെ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിലും ക്ലയന്റും നമ്മുടെ ലൈക്ക് തെറാപ്പിസ്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, തെറാപ്യൂട്ടിക് അലിയൻസ് എന്ന് പറയും, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അവർ നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കുട്ടികളോട് നമുക്കൊരു തെറാപ്യൂട്ടിക് അലിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരങ്ങനെ അങ്ങോട്ട് സെറ്റ് ആവില്ല എന്ന് പറയാം. ഐ മീൻ റാപ്പോ ബിൽഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളിങ്ങനെ പയ്യനെ സംസാരിച്ച് റാപ്പോയിലോട്ട് ഇങ്ങനെ എത്തുന്ന സമയത്ത് അവനിങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. ഐ മീൻ വീട് വിട്ട് ഇറങ്ങി പോയിട്ടുള്ള ടെൻഡൻസി ഉണ്ട്, അവന് കുറച്ച് കാര്യങ്ങൾ കത്തിക്കുന്ന. എത്ര വയസ്സുള്ള പയ്യനാണ്? 15 years old. He's in 9th, I think. കുറച്ച് മുന്നെയാണ്. ഓക്കെ, സോ പറഞ്ഞത് കേൾക്കില്ല. ആൻഡ് ഇവന് പൈസയൊക്കെ, സാധനങ്ങൾ മോഷ്ടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അവർക്ക്. അങ്ങനെ ഐ മീൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പക്ഷെ നമ്മളിങ്ങനെ കൗൺസിലിങ്ങും അതുപോലെ തെറാപ്പീസ് ഒക്കെ ചെയ്തിട്ടാണ് ഇവരെ ഡീൽ ചെയ്യുക ആക്ച്വലി. മാമിന് വന്നിട്ടുണ്ടോ അങ്ങനത്തെ? ഞാനത് ഹസ്മി മാം അത് പറഞ്ഞപ്പോ ഞാനതാണ് ആലോചിച്ചത്. അപ്പൊ ഞാൻ മുന്നേ എനിക്ക് അതെ, അപ്പൊ മുന്നേ എനിക്ക് വന്നൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളിതേപോലെ ചെറിയ കുട്ടിയാണ്, 13 വയസ്സാണ്. അപ്പം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഉമ്മ മെയിനായിട്ട് പറഞ്ഞ കൺസേൺ എന്താ വെച്ചാൽ, ആള് തന്നെ വളർത്തുന്ന ഒരു പെറ്റ് ഉണ്ട്, ലൈക്ക് പെറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷ് ഉണ്ട്. അപ്പോൾ ആ ഫിഷ് ഗോൾഡ് ഫിഷാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയാ, നെക്ക് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു, സിസേഴ്സ് എടുത്തിട്ട് അത് കട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ 13,000, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ, 13,000 രൂപ എന്തോ വീട്ടിൽ നിന്ന് എടുത്തു, അത് കൊണ്ടുവച്ചു. അതേപോലെ തന്നെ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ പാടം പോലെ ഉണ്ട് പോലും. അപ്പോൾ ആ പാടത്തിൻ്റെ അവിടെ മറ്റേ നല്ല ഉണങ്ങി നിൽക്കുന്ന പാടമായിരുന്നു. നേരെ അവിടെ ഇങ്ങനെ തീ കൊടുത്തു, മൊത്തം പാടം കത്തിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഷോക്കിംഗ് ആണ്, ലൈക്ക് ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കേസസ് വരാറുണ്ട്. കണ്ടക്ട് ഡിസോർഡർ വരുമ്പോൾ നമ്മളും ഇടയ്ക്കൊക്കെ ഷോക്ക് ആവാറുണ്ട്. ഈ ഫിഷിന്റെ തല കട്ട് ചെയ്ത് കളയാന്നൊക്കെ പറയുമ്പോ അതെ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ളവര് ഭാവിയിൽ ക്രിമിനൽസ് ഒക്കെ ആവാനുള്ള ചാൻസ്. അത് നേരത്തെ ഹസ്മി മാം പറഞ്ഞല്ലോ, ഈ കണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ 18 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ആന്റി സോഷ്യൽ ഡിസോർഡർ ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സാധാരണ പറഞ്ഞാൽ കേൾക്കാത്തൊരു, എനിക്കിപ്പോ മനസ്സിലായത് പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലുള്ള കുറച്ച് സ്വഭാവ ഗുണങ്ങളുള്ള അല്ലെങ്കിൽ കുഴപ്പങ്ങളുള്ള ആൾക്കാരാണല്ലോ കണ്ടക്ട് ഡിസോർഡർ ഉള്ള പിള്ളേര്.
അപ്പം പൊതുവെ നമ്മളെ കുഞ്ഞൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ അത്യാവശ്യം കുസൃതിയുള്ള ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ ഈ പിള്ളേർ കാണിക്കുന്ന കുസൃതിയും ഈ കണ്ടക്ട് ഡിസോർഡറും തമ്മിൽ എങ്ങനെ നമുക്കത് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ? നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? നമ്മളിപ്പോ ഇപ്പം പറഞ്ഞപ്പോ തന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ അല്ലേ. ഇപ്പൊ വീട് വിട്ട് ഇറങ്ങി പോവാ കേസ് എടുക്കുകയാണെങ്കിൽ നോർമലി ദേഷ്യം വന്ന് പിള്ളേർ വീട് വിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോകും. അത് ഒന്നിൽ കൂടുതൽ തവണയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവർ സ്കൂൾസിൽ അവരുടെ ബിഹേവിയർ വേറെ ആയിരിക്കും. അതേപോലെ വീട്ടിലുള്ളവരോട് അവർക്ക് വേറെ ബിഹേവിയർ ആയിരിക്കും. എല്ലാത്തിനോടും ഭയങ്കര ആങ്കർ ആയിരിക്കും. വല്ലാണ്ട് കള്ളം പറയും. അതേപോലെ തന്നെ നന്നായിട്ട് മോഷ്ടിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫയർ വെച്ചുള്ള പരിപാടി അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു വേറൊരു ക്ലയന്റ് ഇതേപോലെ വീടിന്റെ അലമാര കത്തിച്ച എനിക്കൊരു ഇൻസിഡന്റ് ഓർമ്മയുണ്ട്. അതേപോലെ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസ് വരും അവരെ അടുത്തുനിന്ന് നോക്കുമ്പോൾ കണ്ടക്ട് ഡിസോർഡർ ഉള്ള ആളുകൾക്ക്. അതേപോലെ തന്നെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ എനിക്ക് തോന്നുന്നു അവര് ഐക്യൂനെ കുറിച്ചുള്ള കാര്യം കൂടെ ചോദിച്ചായിരുന്നു. ഐക്യു ഇൻ ദ സെൻസ് അവര് അതായത് ഇദ്ദേഹത്തിന് അറിയേണ്ടത് ഇദ്ദേഹത്തിന്റെ മകന് കണ്ടക്ട് ഡിസോർഡർ ഉണ്ടെന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. പക്ഷെ ഈ കുട്ടി +2 ഫുൾ A+ ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ കണ്ടക്ട് ഡിസോർഡർ ഉള്ള ഒരാൾക്ക് ഇങ്ങനെ നല്ല പഠനത്തിൽ ഒരു മികവ് പുലർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഇവർ കണ്ടക്ട് ഡിസോർഡർ ഡയഗ്നോസ് ചെയ്തതെന്നാണ്. എങ്ങനെയായിരുന്നു ഡയഗ്നോസിസ് ചെയ്തത്? നമ്മൾ പ്രോപ്പറായിട്ട് ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ടാണോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചോദിച്ച പോലെ തന്നെ ഒരു എന്താ പറയുക ദേഷ്യത്തിന്റെ പുറത്തൊക്കെ ആണോ നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നതെന്നുള്ളത് ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ പറയുവാണെങ്കിൽ തന്നെ ഇപ്പോൾ കണ്ടക്ട് ഡിസോർഡർ ഉള്ള ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവേ അവർ പഠിത്തത്തിൽ കുറച്ച് ബാക്ക്വേർഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്നാമത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അവർക്ക് ഭയങ്കര വാശിയാണ്, ദേഷ്യമാണ്. അവർക്ക് ഒരു അടങ്ങിയിരുന്ന് പഠിക്കുന്ന ഒരു സ്വഭാവമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി അവരെന്താവും, പഠനത്തിൽ പിന്നോട്ട് പോകും. പിന്നെ വരുന്നൊരു കേസ് എന്ന് പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് IQ ഡെഫിഷ്യൻസിൻ്റെ കൂടെ തന്നെ എന്ത് വരും, കണ്ടക്ട് ഡിസോർഡേഴ്സ് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആകുമ്പോൾ എന്താണ്, അവർക്ക് എന്തായാലും IQ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് എന്താവാം, അവർ പിന്നിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കണ്ടക്ട് ഡിസോർഡർ ഉള്ള എല്ലാവർക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവണം എന്നില്ല. പക്ഷേ സം കേസസ് അല്ലെങ്കിൽ മോസ്റ്റ് കേസസിൽ നമ്മൾ അവർക്കൊരു അക്കാഡമിക് ഡിഫിക്കൽട്ടീസ് കാണാറുണ്ട്. ഇപ്പം നമ്മുടെ മക്കള് കുറച്ചൊന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കുറച്ച് കുരുത്തക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ തന്നെ കണ്ടക്ട് ഡിസോർഡർ ഒരിക്കലും ആക്കാൻ പറ്റില്ല. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പം കുറച്ച് കുസൃതി കാണിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് പറഞ്ഞു കേൾക്കാതിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ മക്കളെ പറയാൻ പറ്റില്ല. കാരണം ചെറിയ രീതിയിലെ കുസൃതികളും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവും. ബാല്യം അങ്ങനെയാണ്. പിന്നീട് ഇപ്പം അറ്റൻഷൻ ഇല്ല, ചില കുട്ടികൾ അങ്ങനെയുണ്ട്. ഇപ്പൊ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ADHD ഉണ്ടല്ലോ. അടങ്ങിയിരിക്കില്ല, ഭയങ്കരമായിട്ട് എന്താണ് കാര്യങ്ങളൊന്നും ഓർഗനൈസ് ചെയ്ത് വെക്കില്ല, ഭയങ്കര വികൃതി, പിന്നെ ഒരു സാധനത്തിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അറ്റൻഷൻ ADHD ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുട്ടികളെ ബാധിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് നമുക്ക്. അതിലൊന്ന് മാത്രമാണ് എന്ത് കണ്ടക്ട് ഡിസോർഡർ. പിന്നെ ODD അങ്ങനെ കുറെ. നിങ്ങളെ മക്കൾക്ക് അങ്ങനെ ഒരു കൺസേൺ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്താക്കുക, കൺസൾട്ട് ചെയ്യുന്നില്ല. നമുക്ക് അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് 1-2 കാര്യം കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഫോണിൽ കണ്ടിട്ടൊന്നും നമ്മളെ മക്കളെ ഡയഗ്നോസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ട്രീറ്റ്മെന്റിന് പോവാം, അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ചെയ്യുക. അപ്പൊ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളെ തന്നെ നമുക്ക് അങ്ങനെ ലേബിൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ചെറിയൊരു നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട്, അതായത് ചെറിയൊരു തലവേദന വരുമ്പോ തന്നെ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് ക്യാൻസർ ആയി, ബ്രെയിൻ ട്യൂമർ ആയി, സംഭവിച്ചു. ഈ കണ്ടക്ട് ഡിസോർഡറിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ പൊതുവേ ഒരു പ്രവണതയുണ്ട്. ഐ മീൻ എല്ലാവർക്കും ഇപ്പം നമുക്ക് കുറച്ച് 2 ദിവസം വയ്യെങ്കിൽ പറയാം എനിക്ക് ഡിപ്രഷനാ, അല്ലെങ്കിൽ ചെറിയൊരു പേടി ബേജാറ് വരുമ്പോഴത്തേന് അയ്യോ എനിക്ക് ആൻസൈറ്റിയാ, അല്ലെങ്കിൽ കൊച്ചൊന്ന് അടങ്ങിയിരിക്കാണ്ടിരിക്കുമ്പോൾ ADHD വല്ലതും ആണോ. ഐ മീൻ ആൾക്കാർക്ക് ഇപ്പം കുറെ നോളജ് ഉണ്ടല്ലോ. ഐ മീൻ റീൽസും യൂട്യൂബും. കാരണം മീൻസ് ഒന്നുകൂടി വൈഡ് മീൻസ് നമുക്കൊന്നുകൂടി കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ആ സമയത്ത് ആൾക്കാർ ഇങ്ങനെ 2-3 സിംറ്റംസ് എനിക്ക് ഇതുണ്ടോ അതുണ്ടോ അങ്ങനെ ചിന്തിച്ച് അവര് പലപ്പോഴും കുട്ടികളൊക്കെ ഇങ്ങനെ ലേബിൾ ചെയ്യുന്നത്, കുട്ടിക്ക് ADHD ഉണ്ട്. ക്ലയന്റ് വരുമ്പോൾ അവരെന്നെ ഇങ്ങോട്ട് തീരുമാനിച്ചിട്ടാ വരിക, എന്റെ കുട്ടിക്ക് ADHD ഉണ്ട് എന്നുള്ള സാധനം, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ട്. സോ അങ്ങനെയൊന്നുമില്ല, കുറെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവും. നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഓവറായിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല. അഡൾട്ട്സിനോടും മീൻസ് ഡിപ്രഷനും ആൻസൈറ്റിയും ഒന്നും പെട്ടെന്ന് ഒരു ദിവസം വരുന്നല്ല. ഡിപ്രഷനൊക്കെ 2 ആഴ്ചകൾ കൂടുതൽ നിങ്ങൾക്ക് പെർസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു കണ്ടീഷൻ നിങ്ങളുടെ മൂഡ് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക ഡിപ്രഷൻ എന്നൊക്കെ പറയാം. അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് എനിക്ക് ഡിപ്രഷനാ, എനിക്ക് ഭയങ്കര ഇത്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സെൽഫ് ഡയഗ്നോസ് ചെയ്യാണ്ടിരിക്കുക, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾ എപ്പോഴും എടുക്കാം. അതെ, ഇപ്പൊ സെൽഫ് മെഡിക്കേഷൻ ചെയ്യരുതെന്ന് എല്ലാവർക്കും നമ്മളെ ഫാർമസിയിലൊക്കെ പോയി മരുന്ന് മേടിച്ച് കഴിക്കും. പക്ഷെ
സെൽഫായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഇതാണെന്ന് നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും വരുത്തി തീർക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നത് തന്നെ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. അതെന്തായാലും അവോയ്ഡ് ചെയ്യുക. നിങ്ങളൊരു പ്രൊഫഷണലി നിങ്ങളെ ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു അസുഖം നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് വല്ലാണ്ട് നമുക്ക് വലിച്ചിട്ടുണ്ട്. കണ്ടക്ട് ഡിസോർഡറിനെ പറ്റിയിട്ടാണെങ്കിൽ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് വരും എപ്പിസോഡുകളിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം സോൾവില് ഇനി ചെറിയൊരു ഇടവേള.